ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് തന്നെ പോവാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. 10 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ 92 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ശിവരാജ് സിംഗ് ചൗഹാൻ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ തുടങ്ങിയവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ER രാഗേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ന്യൂസ് ഡെസ്കിൽ നിന്ന് രാഗേഷ്, ഈ അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അണിനിരക്കുന്ന ഘട്ടമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും വലിയ ശ്രദ്ധയുണ്ട്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പ്രധാനമായും ഇന്ന് പോളിംഗിലേക്ക് പോകുന്നത്? എൽദോ, മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 92 മണ്ഡലങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി എഴുതുന്നത്. നേരത്തെ 94 മണ്ഡലങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ഷെഡ്യൂൾ പ്രകാരം 94 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. ഇതിൽ ഗുജറാത്തിലെ സൂറത്തിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചു. ഒപ്പം ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു, മെയ് 25-ലേക്ക് മാറ്റിവെച്ചു. ഇതേ തുടർന്നാണ് 92 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഇന്നത്തെ വോട്ടെടുപ്പ് കൂടി അവസാനിക്കുന്നതോടുകൂടി രാജ്യത്തെ ഏതാണ്ട് പകുതിയിലധികം വരുന്ന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. ആദ്യ 2 ഘട്ടങ്ങളിലായി 190 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞിരുന്നു. അപ്പോൾ 92 മണ്ഡലങ്ങൾ കൂടി വോട്ടെടുപ്പ് നടക്കുകയാണ്. എൽദോ, ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അസമിൽ 4 സീറ്റ്, ബീഹാറിൽ 5 സീറ്റിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ 7, ഗോവയിൽ 2, ഗുജറാത്തിൽ 25, കർണാടകത്തിൽ 14, മധ്യപ്രദേശിൽ 8, മഹാരാഷ്ട്രയിൽ 11, UP-യിൽ 10, പശ്ചിമബംഗാളിൽ 4, ദാദർ നഗർ ഹവേലി, ഒപ്പം തന്നെ ദാമൻ ദിയു. ഇത് രണ്ടും ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാണ്. 2 ഇടങ്ങളിലായി അവിടെ വോട്ടെടുപ്പ്, 2 മണ്ഡലങ്ങളിൽ അവിടെ ഉണ്ട്. ആ 2 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നു. ഒപ്പം പല പ്രമുഖരും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വിദിഷ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. പണ്ട് അദ്ദേഹം വിദിഷയിൽ നിന്ന് ലോക്സഭയിലേക്ക് നേരത്തെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്ത്യ സഖ്യത്തിന് വലിയ സഖ്യമായി, ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി കേന്ദ്രമായി അവർ വിശേഷിപ്പിക്കുന്ന മണ്ണാണ് മഹാരാഷ്ട്ര. അവിടെയും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. സുപ്രിയ സുലെ മത്സരിക്കുന്നുണ്ട് ബാരാമതിയിൽ. സുപ്രിയ സുലെയെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് അവരെ എതിരിടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസും CPM-ഉം സഖ്യമായി മത്സരിക്കുന്നു. 4 മണ്ഡലങ്ങളിൽ അവിടെയും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മുർഷിദാബാദ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ തവണ 92-ൽ 77 സീറ്റും വിജയിച്ചത് BJP ആയിരുന്നു. പല സംസ്ഥാനങ്ങളും എടുത്തു നോക്കിയാൽ ഒരു ക്ലീൻ സ്വീപ്പ് BJP-യുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർണാടകത്തിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 14 മണ്ഡലങ്ങളിലും വിജയിച്ചത് BJP ആയിരുന്നു. ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. മധ്യപ്രദേശിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 8 സീറ്റുകളിലും വിജയിച്ചത് BJP ആണ്. ഇങ്ങനെ BJP-യുടെ ഒരു തേരോട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ മൂന്നാം ഘട്ടത്തിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രകടനം നിലനിർത്താൻ കഴിയുമോ, അതോ ഇന്ത്യ സഖ്യം കരുത്ത് കാട്ടുമോ എന്നടക്കമുള്ള വിഷയങ്ങൾ നിർണായകമാണ്. ഏതായാലും വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. കർണാടക മുൻ മുഖ്യമന്ത്രിയായ BS യെഡിയൂരപ്പ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു 25 മുതൽ 26 സീറ്റുകൾ വരെ BJP നേടും എന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അവർക്ക് 25 സീറ്റായിരുന്നു. അതിന് സമാനമായ ഒരു പ്രകടനം ഇത്തവണയും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ യെഡിയൂരപ്പ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്താൻ പോകും എന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ആളുകൾ കൂടുതലായി ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാകണമെന്നൊരു ആഹ്വാനമാണ് ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. രാജേഷ്, ഈ 10 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഈ മൂന്നാം ഘട്ടം എന്നുള്ളത് ആർക്കാണ് ഏറ്റവും കൂടുതൽ നിർണായകമാവുക? അത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയാണോ അല്ലെങ്കിൽ NDA ആണോ ഏറ്റവും കരുതലോടുകൂടി ഈ മൂന്നാം ഘട്ടത്തെ ഉറ്റുനോക്കുന്നത്? എൽദോ, 2 സഖ്യത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. BJP സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുകളാണ്. BJP ആദ്യഘട്ടം മുതൽ പറഞ്ഞത് ഇത്തവണ 400-ന് മുകളിൽ സീറ്റുകൾ NDA നേടുമെന്നാണ്. അത് പിന്നീട് പ്രചാരണം മുറുകുമ്പോൾ അത്തരമൊരു പ്രചാരണത്തിലേക്ക് ഒന്നും തന്നെ BJP നേതാക്കളോ പ്രധാനമന്ത്രിയോ ഒന്നും തന്നെ കടന്നിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പൊക്കെ BJP നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് BJP ഒറ്റയ്ക്ക് 370 സീറ്റ്, NDA 400-ന് മുകളിൽ സീറ്റ് ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത്തരമൊരു പ്രകടനത്തിന് ഒപ്പം എത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ അടുത്തെങ്കിലും എത്തണമെങ്കിൽ ഈ സീറ്റുകളൊക്കെ നിലനിർത്തിയാൽ മാത്രം പോരാ, ഇതിൽ കൂടുതൽ സീറ്റുകൾ BJPക്ക് നേടേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ 303 സീറ്റുകളാണ് BJP നേടിയത്. അപ്പോഴൊക്കെ തന്നെ BJPക്ക് ഒപ്പം നിന്ന പ്രദേശമാണ് ഇത്.
അതേസമയം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്തിൽ എടുക്കുകയാണെങ്കിൽ 2014-ലും 2019-ലും മുഴുവൻ സീറ്റിലും വിജയിച്ചത് BJP ആയിരുന്നു. അപ്പോൾ അവിടെ ഇത്തവണ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമായാണ് മത്സരം. മാത്രവുമല്ല പുരുഷോത്തം രൂപാല, BJP നേതാവ് പുരുഷോത്തം രൂപാലയുടെ ചില പരാമർശങ്ങൾ രാജ്പുത് വിഭാഗത്തിനിടയിലൊക്കെ തന്നെ വലിയ അമർഷമുണ്ടാക്കുകയും ചെയ്തിരുന്നു. അതൊരു പ്രചാരണ വിഷയമായി അവസാന ഘട്ടത്തിലേക്ക് മാറുകയും BJP തന്നെ അതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ BJP നേതാക്കൾ തന്നെ, മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് കർണാടകത്തിലാകട്ടെ പ്രജ്വൽ രേവണ്ണ അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. കാരണം ഹാസൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് നേരത്തെ പൂർത്തിയായതാണ്. കേരളത്തിനൊപ്പം 26-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞതാണ്. പക്ഷേ അതിനുശേഷമാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് കടക്കുന്നതും പിതാവ് രേവണ്ണയെ പോലീസ് കസ്റ്റഡി എടുക്കുകയൊക്കെ ചെയ്യുന്നതും വലിയ രീതിയിൽ ഒരു വിഷയമായി മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി സെറ്റ് ചെയ്യാൻ കോൺഗ്രസിന് അവിടെ സാധിക്കുകയും ചെയ്തു. അപ്പോൾ BJPക്ക് ആ ഒരു പ്രകടനം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് ഏറ്റവും ഉറ്റുനോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസം കർണാടകത്തിൽ പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ്. അപ്പോൾ മൂന്നാം ഘട്ടം എന്തുകൊണ്ടും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും ഒപ്പം BJPയെ സംബന്ധിച്ചും നിർണായകമാണ്. UPയിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് UPയിൽ വോട്ടെടുപ്പ് നടക്കുന്ന മേഖല എന്ന് പറയുന്നത് യാദവ് ഭൂരിപക്ഷ മേഖലയാണ്. കഴിഞ്ഞ തവണ ഈ മേഖലയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന UPയിൽ 10 മണ്ഡലങ്ങളിലാണ്. കഴിഞ്ഞ തവണ അവിടെ 8 വിജയിക്കാൻ BJPക്ക് സാധിച്ചു. BJPയുടെ പ്രകടനത്തിൽ പ്രത്യേകിച്ച് 2014-ലും 2019-ലും BJPയുടെ ഒരു മുന്നേറ്റത്തിന് വലിയ നിർണായകമായിരുന്നത് UP ആയിരുന്നു. കാരണം 2014-ൽ 73 സീറ്റ്, കഴിഞ്ഞ തവണ 62 സീറ്റ്, ആ ഒരു ടാലിയിലേക്ക് BJP അവിടെ എത്തിയിരുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ UP പിടിക്കണം, ഇന്ത്യ പിടിക്കണമെങ്കിൽ UP പിടിക്കണം എന്നൊരു പൊതുവെ പറയുന്നൊരു ചൊല്ലാണ്. അപ്പോൾ അത്തരത്തിലൊരു മുന്നേറ്റം നടത്തണമെങ്കിൽ UPയിലെ പോരാട്ടവും BJPയെ സംബന്ധിച്ച് നിർണായകമാണ്. കഴിഞ്ഞ തവണ അവിടെ BSPയും SPയും സഖ്യമായാണ് മത്സരിച്ചെങ്കിൽ ഇത്തവണ BSP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. പകരം കോൺഗ്രസ് ഈ സഖ്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് UPയിലെ പ്രകടനവും നിർണായകമാണ്. എൽദോ. ശരി, എന്തായാലും ER രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മൂന്നാം ഘട്ട പോളിംഗ് അത് പുരോഗമിക്കുകയാണ്, ആരംഭിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള മണ്ഡലം 94 മണ്ഡലങ്ങളാണ്. അതിൽ 92 ഇടത്താണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. 2 ഇടത്ത് NDA എതിരില്ലാത്ത സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുകയും ജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യമുണ്ട്. 92 മണ്ഡലങ്ങളിൽ പോളിംഗ് അത് ആരംഭിച്ചിട്ടുണ്ട്. അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഇന്ന് മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ശരിക്കും ഈ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 94 മണ്ഡലങ്ങളിൽ 75 മണ്ഡലങ്ങളിലും NDAയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അപ്പോൾ NDAക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു ഘട്ടമാണ്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് വിശേഷിപ്പിക്കണം ഈ മൂന്നാം ഘട്ടത്തെ.